ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ വളരെ ഗൗരവമായിട്ട് എടുക്കണമെന്നാണ് ദൈവം തൻ്റെ ജനത്തോട് ഈ അധ്യായത്തിലൂടെ പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ വളരെ ശക്തമായിരിക്കണം. ദൈവഹിതം ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്ന വേലയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങണം. 1-ാം വാക്യത്തിൽ ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. ജനത്തിനോട് ദൈവഹിതം പ്രവർത്തിക്കേണ്ടത് എങ്ങനെ എന്ന് ഉറക്കെ പറയണം. മിണ്ടാതിരിക്കരുത്, അടങ്ങിയിരിക്കരുത് എന്നാണ് ഇവിടെ യെശയ്യാവ് പറയുന്നത്. അവരുടെ ലംഘനങ്ങളെ അറിയിച്ചു കൊടുക്കണം. എൻ്റെ ജനം എന്ന് യെശയ്യാ ഇവിടെ പറയുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ്. ദൈവത്തെ സേവിക്കുന്നവരാദ്യമേ ജനത്തോട് പറയേണ്ടത് ജനത്തിൻ്റെ അകൃത്യത്തെക്കുറിച്ചാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ജോസഫിൻ്റെ അടുത്ത് ദൂതൻ വന്ന് പറയുന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ആയിരിക്കുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം എന്നാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മെ നിത്യമായി രക്ഷിക്കേണ്ടതിന് ദൈവത്തിന് തൻ്റെ ഏകജാതനായ പുത്രനെ തകർക്കാൻ ഇഷ്ടം തോന്നി. പഴയ നിയമത്തിൽ പാപത്തിൻ്റെ മോചനത്തിനായിട്ട് രക്തം ചിന്തണമായിരുന്നു. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായിട്ട് അവസാന തുള്ളി രക്തം വരെയും ചിന്തി അവസാനമായി താൻ യാഗമായി തീർന്നു. നരകത്തിൽ നമ്മെ രക്ഷിച്ചു. 2-ാമത്തെ വാക്യത്തിൽ എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു, നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായം ഉപേക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്തൊരു ജാതിയെപ്പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഈ ജനത്തിന് ദൈവത്തിൻ്റെ വഴികളെ അറിയണം എന്നുണ്ട്. അവർ ദിവസവും ദൈവത്തിൻ്റെ വഴികളിൽ നടപ്പാൻ ഇഷ്ടപ്പെടുകയാണ്. നീതിയും ന്യായവും അവർ ഇഷ്ടപ്പെടുന്നു. ഇവ രണ്ടും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തും. നീതിയും ന്യായവും ആഗ്രഹിക്കുന്ന അവർ ദൈവത്തോട് അടുത്ത് വരികയാണ്. അവരുടെ പ്രാർത്ഥന, അതുപോലെ ഉപവാസം, നീതിയും ന്യായവും ആയിരിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ മാറാനോ ഭൗതികമായി വല്ലതും ലഭിക്കാനോ അല്ല, മറിച്ച് ദൈവത്തോട് അടുക്കാനാണ്. 3-ാമത്തെ വാക്യത്തിൽ ഞാൻ നോയമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? ഇതാ നിന്റെ നോയമ്പ്, നിങ്ങൾ നോയമ്പ് നോക്കുന്നത് ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. ഉപവാസം എങ്ങനെ വേണമെന്നാണ് ഇവിടെ ദൈവം പറയുന്നത്. ഇസ്രായേൽ ജനം ഉപവസിക്കുന്നുണ്ടെങ്കിലും ദൈവം അത് ശ്രദ്ധിക്കുന്നേയില്ല. അവർ കഷ്ടപ്പെടുന്നുവെങ്കിലും ദൈവം അറിയുന്നില്ല. അവർ ഉപവസിക്കുന്നതും കഷ്ടപ്പെടുന്നതും ദൈവത്തെ അനുഭവിക്കാനായിരിക്കണം, ആത്മീയമായി വളരാനായിരിക്കണം, അല്ലാതെ ഭൗതികമായ കാര്യങ്ങൾക്ക് ആയിരിക്കരുത്. ദൈവിക പദ്ധതികൾക്കല്ല അവരുപവസിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം ചെയ്തു കൊടുക്കണം. അവരുപവസിക്കുമ്പോൾ അവരുടെ ജോലികളെല്ലാം അവർ ചെയ്യുകയും അവരുടെ വേലക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നൊയമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങളിന്ന് നോക്കുന്നത്. അപ്പോൾ അവരുടെ ദുഷ്ടതയിൽ തന്നെ തുടർന്നുകൊണ്ടാണ് അവർ നൊയമ്പ് നോക്കുന്നത്. ശത്രുവിനെ അവരുടെ ബലത്താൽ ഒതുക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്ന അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. അവർ ഉപവസിക്കുന്നെങ്കിലും ദൈവഹിതപ്രകാരമല്ല ജീവിക്കുന്നത്. അവരുടെ പ്രവർത്തികൾ ദൈവഹിതപ്രകാരമല്ല. ഉപവസിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ ആണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന
ഉയരത്തിലേക്ക് പോകത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അപ്പോൾ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ദൈവസന്നിധി പ്രാർത്ഥിപ്പാനും ഉപവസിപ്പാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. യേശുവേ അപ്പാ, കർത്താവേ അപ്പാ, ഞങ്ങളുടെ ഹൃദയങ്ങളിലെ കർത്താവെ ചിന്തകളും പ്രവർത്തികളും എല്ലാം അറിയുന്ന കർത്താവെ, അങ്ങയുടെ മുമ്പിൽ എല്ലാം നഗ്നവും മലർന്നും ഇരിക്കുന്നല്ലോ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർന്നു വരണമെങ്കിൽ കർത്താവെ, ഞങ്ങളുടെ ചിന്തകളും പ്രവർത്തികളും ദൈവത്തിൻ്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തതായി തീരണമല്ലോ കർത്താവെ. യേശുവേ, ഞങ്ങൾക്ക് അതിനുള്ള കൃപ തരണമേ. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.